എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വീഡിയോ എടുക്കാനും ഒന്നിനൊരു മൂഡില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ വയനാട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ. എൻ്റെ പോലെയുള്ള കുട്ടികളും അനിയന്മാരും അനിയത്തികളൊക്കെ കുറേ മരണപ്പെട്ടതും ഉമ്മമാരും ഉപ്പമാരും ഒന്നും ഇല്ലാതെ ആവലും. അപ്പം നമുക്ക് ഇനിയുള്ള ഒരു ലൈഫെങ്കിലും സുഖമാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളോട് പറ്റുന്ന സഹായം ചെറുതായാലും വലുതായാലും പരമാവധി അവർക്ക് നൽകാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ വയനാട്ടിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം ഇനി അങ്ങനത്തെ ഒരു ഉരുൾപൊട്ടലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ അവിടെ ജീവന് വേണ്ടി പെടുന്നവരും ജീവന് വേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നവരൊക്കെ എല്ലാവരും ദൈവം ശിഫാക്കി കൊടുക്കട്ടെ എന്നല്ല നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കറിയാത്തൊരു കേസാണ് ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കായിട്ടുള്ള സഹായങ്ങളൊക്കെ നമ്മൾ മാക്സിമം നൽകാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാവും ഈ വീട്ടുകാരിലൊക്കെ വലിയ വീടൊക്കെ കെട്ടുമ്പോൾ നായ കയറൽ. അപ്പോൾ നായ കയറി കഴിഞ്ഞാൽ അവിടെ ആകെ അരപ്പാക്കിയിട്ടേ പോവുള്ളൂ. പിന്നെ പിറ്റേ ദിവസം എണീച്ച് വൃത്തിയാക്കലും ഇതാക്കലൊക്കെ നമുക്ക് വലിയൊരു തടസ്സമാവും. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു കുഞ്ഞു ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു ടിപ്പാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നായ കയറുകയില്ല. ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി. അപ്പോൾ കൂട്ടുകാർ ഞാൻ പറഞ്ഞ ടിപ്പ് എന്ന് വെച്ചാൽ ഇതാണ്: നാഫ്തലിൻ ബോൾസ് അഥവാ കൂറ ഗുളിക. നമ്മളിവിടെയൊക്കെ കൂറ ഗുളിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് മുമ്പാരൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി വെക്കുമ്പോൾ ഈ നായി കയറി ആകെ അരപ്പാക്കി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഈ കുഞ്ഞു ഗേറ്റും ചാടി കിടന്നവർ പോവും. അപ്പോൾ അതുകൊണ്ട് ഈ കൂറ ഗുളികയുടെ സ്മെല്ല് അവർക്ക് തീരെ ഇഷ്ടമല്ല. നമ്മൾ പലതും ആക്കും. വാട്ടർ ബോട്ടിൽസ് കളർ വെള്ളം നിറച്ചിട്ടും ഇത് നിറച്ചിട്ടൊക്കെ പലതും ആക്കും. പക്ഷെ നായ്ക്കൾക്ക് അതൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് നായ്ക്കൾ കയറും. അപ്പം ഇതിൻ്റെ സ്മെല്ല് നായ്ക്കൾക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നായ്ക്കൾ ഇവിടുന്ന് സ്ഥലം വിട്ട് പോകുന്നതാണ്. അപ്പം ഈ നായ വരാതെയുള്ള ഈ കൂറ ഗുളിക എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നായ കയറുന്ന ഏറ്റവും വലിയ ഭാഗമാണ് ഈ ഒരു കുഞ്ഞു ഭാഗം. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നായ കയറാറുള്ളത്. അപ്പം ഒന്ന് ഇവിടെ ആയിട്ട് വെക്കുക, പിന്നെ ഒന്ന് ഇവിടെ വെക്കുക, പിന്നെ വേറൊന്ന് ഇവിടെ വെക്കുക, പിന്നെ ഒന്ന് ഇവിടെ വെച്ചാൽ നായ്ക്കൾ പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കുകയില്ല. കാരണം ഈ നായ്ക്കൾക്ക് ഈ കൂറ ഗുളികൻ്റെ സ്മെല്ല് അത്രയും ഇഷ്ടമല്ല. വെറുത്തു പോയൊരു സ്മെല്ലാണ് ഈ കൂറ ഗുളികൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത്. കണ്ടോ, വെറും 4 ഗുളിക കൊണ്ട് നമുക്ക് നായ്ക്കളെ അകറ്റാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ നമ്മളിങ്ങനെ ഞാൻ ഇന്നലെയും കൂടെ കണ്ടതാണ്. അതായത് നമ്മളെ വീട്ടിലിങ്ങനെ നായ്ക്കൾ ഇവിടെ വന്ന് ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് നായ്ക്കൾക്ക് ഇവിടെ കിട്ടും. കാരണം നായ്ക്കൾക്ക് നല്ല സ്മെല്ലുള്ളതുകൊണ്ട് നായ്ക്കൾക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് നായ്ക്കൾ വേറെ കൂറ ഗുളികയൊക്കെ ഉപയോഗിക്കാത്ത വീട്ടിലേക്ക് അയൽവാസികളുടെ വീട്ടിലേക്കൊക്കെ കയറി ചെന്ന് അവിടെ ഇരുന്ന് അരപ്പാക്കിയിട്ടാണ് പോക്ക്. അപ്പം എല്ലാവരും എൻ്റെ കൊച്ചു വീഡിയോ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം മറക്കരുത്, വയനാട്ടിലേക്ക് പറ്റുന്ന സഹായം നമുക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പം എൻ്റെ ഈ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേ. ബൈ.